മീനാക്ഷിയുടെ വിരൽ തൊട്ടാൽ വിരിയുന്നത് ചിത്രമായാലും ശില്പമായാലും അതിന് കൗതുകം ഏറെയാണ്. മെനഞ്ഞെടുക്കുന്ന ശില്പങ്ങൾക്ക് ചായം പിടിപ്പിക്കുമ്പോൾ അതിന് ജീവന്റെ തുടുപ്പുള്ളതുപോലെ. കുഞ്ഞുനാളിൽ അവധിക്കാല ക്ലാസ്സിൽ കണ്ട കൗതുകം പിന്നീട് വരച്ചും മെനഞ്ഞെടുത്തും മീനാക്ഷി മത്സരയിടങ്ങളിൽ വരെ എത്തി. ഇത് സ്കൂളിലെ വെക്കേഷൻ ടൈമിൽ ഒരു സമ്മർ ക്ലാസ് എന്നെ ഡ്രോയിങ് പഠിപ്പിക്കുന്ന സാറ് തന്നെ വെക്കേഷൻ ക്ലാസ്സിന് ചുമ്മാ ഒരു 1-2 ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കോളേജിൽ പോകുമ്പോൾ കോളേജ് ലെവൽ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അത് സ്ഥിരം ഹോബിയാക്കി മാറ്റി. മാത്രമല്ല മീനാക്ഷിയുടെ അറിവ് ഇന്ന് മറ്റുള്ളവർക്കും കൂടി പകർന്നു നൽകുന്നുണ്ട്. പ്രായഭേദമന്യേ അവർ കളിമണ്ണിൽ ശില്പങ്ങൾ മെനഞ്ഞെടുക്കാൻ പരിശീലിക്കുന്നു. കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ ഇതിലുണ്ട്. വർക്കിൻ്റെ ഇടയിൽ നല്ലൊരു ഹോബിയാണ് ക്ലേ സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നല്ലൊരു കാമിങ് ആയിട്ടുള്ളൊരു ഹോബിയാണ്. അപ്പോൾ ഇതുപോലെ പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പുതിയൊരു ഹോബി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഹോബിയാണ് ക്ലേ സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തൊരു വർക്ക്ഷോപ്പ്, ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെയാണ്. അപ്പോൾ സെറാമിക് പഠിക്കണമെന്ന് ആഗ്രഹം. കാരണം ഇതിപ്പോൾ ക്ലേ നമ്മൾ ബേക്ക് ചെയ്യുന്നില്ല, നോർമൽ ക്ലേ സ്കൾപ്റ്റിംഗ് മാത്രം. അപ്പോൾ സെറാമിക്കിൻ്റെ 1-2 സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് ഫുൾ കോഴ്സായിട്ട് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്ത പ്ലാൻ. M5 ന്യൂസ്, തിരുവനന്തപുരം. എൻ്റെയും BLM-ൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.